അവിഹിത ബന്ധങ്ങൾക്ക്, എക്സ്ട്രാ മറൈറ്റൽ അഫെയറുകൾക്ക് പ്രത്യേക ചില കാരണങ്ങളുണ്ട്, പൊതുവായ ന്യായീകരണങ്ങളുണ്ട്. മേലെപ്പറമ്പിൽ ആൺവീട് സിനിമയിലെ ശ്രീ ജഗദീഷ് ശ്രീകുമാർ പറയുന്ന പോലെ എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറയുന്ന പോലെ ചിലർ വന്നിട്ട് പറയും, ഞാൻ അത്രക്കാരനല്ല, അത്രക്കാരിയല്ല, എൻ്റെ ബന്ധത്തെ അവിഹിതമെന്ന് വിളിക്കാൻ പോലും ചിലപ്പോൾ പറ്റില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഒരേ രീതിയിലുള്ള ന്യായീകരണങ്ങളാണ്. 4 തരത്തിലാണ് കേട്ടോ അവിഹിത ബന്ധങ്ങളെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത്, തെറ്റുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഇമോഷണലി കംഫർട്ടബിൾ ആയത് ഈ വ്യക്തിയോടാണ്. തെറ്റ് എന്നവർ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഇന്റിമസി ഇല്ല, അതുകൊണ്ട് തന്നെ പാർട്ട്ണറിനോട് രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടി വരുന്നുണ്ട്. ബിക്കോസ് ഇമോഷണലി വളരെയധികം അവൈലബിൾ ആകുന്നത് മറ്റേ വ്യക്തിക്കാണ്. ഇമോഷണൽ അഫെയർ എന്ന് പറയാം നമുക്കതിനെ. രണ്ടാമത്തേത്, എൻ്റെ പാർട്ട്ണറിന് മുമ്പൊരു വ്യക്തിയുമായി ഇഷ്ടത്തിലായിരുന്നു, അയാൾക്കിട്ട് അല്ലെങ്കിൽ അവൾക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാ റിവെഞ്ച് അഫെയർ. മൂന്നാമത്തേത്, സെക്ഷൽ നീഡ്, എത്ര പറഞ്ഞിട്ടും എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് തുടങ്ങിയതാ ലസ്റ്റ് അഫെയർ. നാലാമത്തെ ഒരു സംഭവം ബോഡി സോൾ കണക്ഷൻ ആണ് കേട്ടോ. അതൊരു പ്രണയമാണ്. ഞാൻ ഇന്ന് വരെ ഇത്രമാത്രം ഞാൻ വിചാരിച്ച പോലെ ക്വാളിറ്റീസ് ഉള്ള ഒരു പാർട്ട്ണറിനെ കണ്ടെത്തിയിരുന്നില്ല, അങ്ങനെ ഉണ്ടായിപ്പോയതാണെന്ന്. അപ്പൊ കാരണങ്ങൾ എന്ത് തന്നെ ആയാലും അത് ഒരു എക്സ്ട്രാ മറൈറ്റൽ അഫെയർ തന്നെയാണ്, അല്ലേ?